മാത്തച്ഛൻ ചേട്ടാ, അവര് വഴിയടക്കാൻ സമ്മതിക്കില്ല. എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, അത് അവരുടെ പറമ്പിലൂടെയാണ്. തോമസ് മുരാളി അയാൾ വെറും നാറിയ, അവൻ്റെ പറമ്പിൽ കയറിയെന്ന് പറഞ്ഞ് എൻ്റെ കൊച്ചിനെ അവൻ തല്ലി. കാശിൻ്റെ കഴപ്പാണ് അവന്. അവൻ്റെ മുഖത്ത് ചോര ചത്ത് കിടക്കാണ്. അവൻ്റെ മുഖം കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല മാത്തച്ചേട്ടാ. ഒന്നാണെങ്കിൽ ഒന്ന്, എനിക്ക് അവനിട്ടൊന്നും പൊട്ടിക്കണം. സജി ഭീഷണ. പണിയാൻ വന്ന കൂട്ടരെ അങ്ങ് തെക്ക് നിന്നാ പുനലൂര് ടീമാ. ഏസൈ ചന്ദ്രൻ സാറാ എന്നോട് പറഞ്ഞേ. എടാ കഷ്ടിച്ചല്ലടാ രക്ഷപ്പെട്ടെ, അവര് നിസാര ടീമല്ല. എടാ ബേബി, നീ താണ്ട പോസ്റ്റ് കണ്ട? നീ പറഞ്ഞ ഈ പുല്ലുകാരെ ആ പോസ്റ്റിന്ന് വടിച്ചെടുത്ത് തവിട് പൊടി. ഇടിച്ചതാരാ? മാത്തച്ഛൻ. ഓ, ഒരു ഇടിന്ന് വെച്ച 5 കിൻഡലാ. ആ എസ് ഐ എന്താ പറഞ്ഞെന്നറിയാമോ? ഇനി എങ്ങാനും മാത്തച്ഛനെ കിട്ടിയ മാത്തച്ഛന്റെ എല്ലൂരു. വന്നേട്ടാ, വാ വാ വാ. മാത്തച്ഛ, ഇന്നലെ ഏതവന്മാരാ വന്നേ? പുനലൂരുകാരാണെന്നും പഴയ പെരുന്നാളിന്റെ കണക്ക് തീർക്കാൻ വന്നവരാണെന്നും പറയണ കേട്ടാർന്നു. ഇത്രയൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാടാ എന്നോട് ചോദിക്കുന്നത്? നീ കൂടുതൽ അനത്താൻ നിൽക്കല്ലേ ബേബി. നിന്റെ ഈ വെള്ളയിലേ ഇറച്ചിച്ചാറ് വീണ നിന്റെ പെണ്ണുമുള്ള ഇത് കഴുകാൻ ഇത്തിരി ബുദ്ധിമുട്ടും. അതല്ല, ദേഷ്യപ്പെടല്ലേ മാത്തച്ഛ, ഞാൻ കേട്ട കാര്യം പറഞ്ഞേ ഉള്ളൂ. ആ എസ് ഐ തന്നെ പൂട്ടാൻ നോക്കിയിരിക്കുക. കാപ്പയടിച്ച് നാട് കടത്താനാ പരിപാടി. ഞാൻ പോവണം. അല്ല മാത്തച്ഛ, ഈ കുട്ടപ്പനെങ്ങാനും കുട്ടപ്പനെ നല്ല അസല് തറവാടിയാ, അറിയാലോ. കുട്ടപ്പന്റെ പക എന്ന് പറയുന്നത് അത് കുട്ടപ്പന്റെ തൊഴിൽ പോലെ ഉള്ളിക്കിടന്നും കയറിയും. പിന്നെ മാത്തച്ഛന്റെ കാര്യം അത് ഞാൻ അവധിക്ക് വെച്ചേക്ക്. പിന്നെ വക്കച്ചനോടല്ല, അതായത് അവന്റെ തന്തയോടല്ല എന്റെ ബഹുമാനം. അതാ എന്റെ മെന്റാലിറ്റി. പിതാവായ ദൈവം കർത്താവിശ്വംശിയ വഴി അവന്റെ അച്ഛൻ്റെ എടുക്കല്ല. പിതാവായ ദൈവം നമ്മുടെ കർത്താവിശ്വംശിയ വഴി എല്ലാവിധ ആധ്യാത്മിക ദാനങ്ങളും നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ പുറത്ത് നിന്നെ വിശദീകരിക്കുകയും നിന്റെ മാലാഖമാരെ അയച്ച് നിരന്തരം സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നിന്റെ പ്രിയപ്പെട്ടവരെയും നിന്നെ ശുശ്രൂഷിക്കുന്നവരെയും നീ ഈ തിരുക്കർമ്മത്തിൽ നിന്റെ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത മറ്റെല്ലാവരെയും അവിടെ നിന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. ആമേൻ പറ. ആമേൻ. ആൾക്ക് ഇത്തിരി വെള്ളം കൊടു. വേണ്ട, ഈ വെള്ളമല്ല. ആ മനസ്സെനിക്കറിയാം. എൻ്റെ ആശാൻ ഈ വെള്ളമല്ല. ആശാനുള്ള വെള്ളം ഞാൻ കൊണ്ടുവരും. വെറും സ്ട്രോങ് അല്ല, ഡബിൾ സ്ട്രോങ്. ഒന്ന് അണയാൻ നോക്കണേ. എൻ്റെ ആശാൻ വെറും സ്ട്രോങ് പോരാ, ഡബിൾ സ്ട്രോങ് വേണം. ഓ, അവസാനത്തെ ആഗ്രഹമല്ലേ, വെറും സ്ട്രോങ് അല്ല, ഡബിൾ സ്ട്രോങ്. അടിക്ക്. എന്നിട്ട് അവനെന്താ ചെയ്തത് നീ നാട്ടുകാർ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. കുട്ടപ്പാ, ആശാനും ഇവിടെ വന്നിരുന്ന് കള്ളും മൂന്തി ഇവിടെ വന്നിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടാ? ഇല്ല. അതും ഈ 50 പെരുന്നാൾ കച്ചവടം നടക്കുന്ന സമയത്ത്. പിന്നെ അതൊക്കെ വിട്ട് ആശാനും തന്നെ ഇവിടെ വന്നിരിക്കണമെന്ന് അറിയാമോ? ആശാനും കൂടി കൂടുമ്പോഴേ ഈ പെരുന്നാളൊന്ന് ചാർജ് ആവും, അത്രേ ഉള്ളൂ.
പിന്നെ ചില നാട്ടുകാർ തട്ടികൾ പറയുന്ന പോലെ അതിനെ പേടിച്ചൊന്നുമല്ല ഞാൻ നാട് വിട്ടു പോയിരിക്കുന്നത്. പിന്നെ ഈ പെരുന്നാളിന് വന്നത് ഈ നാട്ടുകാരുടെ കഴപ്പങ്ങ് തീരട്ടെന്ന് കരുതിയാ. എന്നല്ല നിന്നെയാ. അവസാനം കിന്നലിന് ഇടികൊണ്ടേ മോന്ത പഞ്ചറാവാണ്ട് നോക്കണേ. അല്ലെങ്കിൽ തന്നെ ആരായി മാത്തച്ഛൻ? അവന്റെ മഹാരാജാവോ? അവനെ കാണുമ്പോ ഞാൻ തൊഴണോ? എന്താ അവൻ എന്തെങ്കിലും എന്റെ കൈപ്പാങ്ങിന് വന്ന് വിടും. പട്ടിയെ തല്ലുന്ന പോലെ ഞാൻ തല്ലും. ആ അവന്റെ തന്ത വക്കച്ചന്റെ പാരമ്പര്യമായിട്ട് അവന് കിട്ടിയതാ ആ തൊലിഞ്ഞ കട്ടി. ഏത് 5 കിലോ കട്ടിയോ? അവന്റെ 5 കിലോ കട്ടിയാണെങ്കിലേ ഈ കുട്ടപ്പന്റെ പച്ചിരുമ്പിന്റെ കത്തിയാ വേണ്ടി വന്ന അവന്റെ ചന്തിക്കാൻ ഓട്ടയിടും. ആരോടാ? കഴിഞ്ഞോടാ നിന്റെ അപരാധം. ഓടാ വന്ന് ഓട്ടിടാ. ആശാന കത്തിയെടുത്ത് ഉപയോഗിച്ചു. എന്റെ പൊന്നു കുട്ടപ്പാ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഇവിടെ മാത്തച്ഛ ഞാൻ താഴെ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയ തനിക്കോ എനിക്കോ അല്ല അതിന്റെ നഷ്ടം. ഈ പാവം പാപ്പിക്ക. അതുകൊണ്ട് ഇറങ്ങി വാടാ വെളിയിലോട്ട്. എന്നാ വെളിയിലോട്ട് വാടാ. ഇറങ്ങി വാടാ. ഇവന്റെ ജാതിക്ക് 2 തുള. മാത്തച്ഛനെ കുത്തി. ആര് കുത്തി? പിന്നെ നീ എന്റെ കൂടെ നിന്നെ ഞാൻ ഇവിടുത്തെ അറിയപ്പെടുന്ന ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ തല്ലുകൊള്ളുന്നെടുത്ത് ഉറപ്പാ. അത് വേണോ? എനിക്ക് ചേട്ടൻ തല്ലുള്ള ഒരുത്തം വേണ്ട. ഞാൻ കുത്തു നീ കണ്ടോ? കുത്തുന്നു കണ്ടില്ല. പക്ഷെ ആശാന്റെ നിൽപ്പും കത്തിയും പിടിച്ചുള്ള ഒരു ആശാന്റെ ഒരു മെന്റാലിറ്റി കണ്ട കുത്തിയിരിക്കും. ആശാന്റെ കുത്തു കണ്ടപ്പോഴെനിക്ക് അറിയായിരുന്നു തവിടുകൂടി മാത്തച്ഛൻ തീർന്നിരിക്കും. സത്യം. അവന്റെ 5 കിൻഡലും ആശാന്റെ കത്തിയും പിടിച്ചുള്ള നിൽപ്പ് കണ്ടപ്പോഴേ എന്റെ കുട്ടപ്പ നീ എന്ത് കുത്തടാ കുത്തിയേ? ആശാനെ കണ്ട ഒറ്റക്കുത്തിന് പവർ കണ്ട. നല്ല ആശാൻ ശരിക്കും ആശാനെ. ഓടാ നമുക്കൊരു ചായ പിടിച്ചാലോ? നിനക്കൊരു ചായ നിനക്ക് 9 ചായ മേടിച്ചു തരും. ആണോ? വലിപ്പിച്ചൊരു ശീലമാക്കണ്ട. അയ്യോ ഇരുന്ന നിങ്ങൾ അയ്യോ ചിക്കൻ കറി. ആശാനൊരു പീസ് ഉണ്ടത്തില്ലല്ലേ? ആശാനെ ആശാന്റെ ഒറ്റ കുത്തില് ചായ പഴംപൊരി പൊറോട്ട ഇറച്ചി എല്ലാം പോലെ എന്താ പറയല്ലേ. പിന്നെ ആശാൻ അവനൊന്ന് തല്ലിക്കഴിഞ്ഞ ആശാനിന്റെ മാത്രം ആശാനല്ല, ആശാൻ ഈ നാടിന്റെ മൊത്തം ആശാനാവും. എങ്ങനെയുണ്ട് ആശാനെ? നാടനടി കണ്ടോടാ നീയൊക്കെ? ഇല്ല ഇല്ല. നീ വാടാ. ഒന്ന് വാ ആശാനെ. ആശാനെ ആൾക്കാർ കൂടിയുണ്ട്. നല്ല അവനെ വിളിച്ചിറക്കി തല്ലേ. ആളുകൾ കൂടിയുണ്ട്. കനത്ത വെല്ലുവിളി നടത്തിക്കോ. ഒറ്റക്കുത്തിന് ഒതുങ്ങി പോയടാ. ഇറങ്ങി വേടാ. നാട്ടുകാർ കാണണ്ടാ നിന്റെ ചന്തിയിലെ തുളയല്ല. കണ്ടില്ലേ? ഇറങ്ങി പറഞ്ഞില്ല. കുട്ടപ്പന്റെ ടൈമല്ലേ? നീ ഇറങ്ങണോടാ. ഇറങ്ങനോട് കണക്ക് തീർക്കണ്ടേ? ഈ പുരുഷാരം നോക്കുന്നൊക്കെ എനിക്ക് തന്നെ തല്ലണം. പട്ടിയെ തല്ലുന്ന പോലെ തല്ലണോടാ. നീലാണ്ട
കട്ട ഡയലോഗ് അടിക്കുമ്പോൾ ദേവാസുരൻ സിനിമ കളിക്കണോ? എടാ അത് ഇതുപോലെ മാസ ഡയലോഗ് ദേവാസുരത്തിലല്ലേ ഉള്ളൂ, വീണ് കിടക്കുന്നവനെ തല്ലുന്നേ. അവന്റെ തന്തയ്ക്ക് വിളിക്ക്. ഏത് തന്തയ്ക്ക് വിളിക്കാം? നാട്ടുകാർ വിളിക്കല്ലേ, ചുമ്മാ അവന്റെ തന്തയ്ക്ക് വിളിക്ക്. വിളിക്ക് വിളിക്കല്ലേ? വിളിക്ക്. മാത്തച്ഛ, നീ ഇടിച്ചാൽ 5 കിൻഡലാണെങ്കിൽ ഞാൻ അടിച്ചാൽ മാറ്റുപോലാടാ, അടിച്ചാൽ കിളി പറക്കും. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണ്, ഇറങ്ങി വാടാ മരത്തലേ മാത്തച്ഛ. എൻ്റെ മാതാവേ, ഈ സമയത്ത് തന്നെ വേണോ ഇവൻ്റെ വെല്ലുവിളി? ഇനി മാത്തച്ഛനില്ല. പേടിച്ച് ഇടിക്കുന്നുണ്ടോ? മാത്തച്ഛ നീ വരുന്നോ? ക്ലാവ് കഴിഞ്ഞ എന്താ മാത്തച്ഛ, നിങ്ങളൊക്കെ നോക്കിക്കോ. ഇറങ്ങി വാടാ, പിന്നെ വീട് കുത്തിക്കെടുത്ത് പറഞ്ഞാൽ കിട്ടും. എടാ ഞാൻ എത്ര ദിവസം ഇങ്ങനെ കയറി ഇറക്കുന്നത്? എടാ വന്ന് വാടാ, എന്താ ചോറും കേട്ടാ വന്നത്? ഇതേ വെള്ളമുണ്ട്. ഇന്നലെ ഞാനിവിടെ വന്ന് പട്ടിണി കിടന്നിട്ടില്ലടാ പോയത്. ഇവ എത്ര ആളുണ്ടായിരുന്നു, എല്ലാവരും വീട്ടിൽ പോയത്. ഞാൻ നീ മാത്രമല്ലേ ഉള്ളടാ. ചായ. ഓ പൊത്തിന്ന് പാമ്പ് ഓർക്കണ. നേരം വെളുത്തോ? അയ്യോ, എടാ അവൻ എഴുന്നേറ്റോടാ. മാത്തച്ചോ, എടാ മാത്തച്ചാ. മാത്തച്ചാ വരുമ്പോ ഇത്തിരി ഉപ്പെടുത്തോ, കഞ്ഞിലിടാനാ. കഞ്ഞിൽ എടാ മാത്തച്ചാ, ഞാൻ എത്ര ദിവസം ഇടയിൽ തിന്നെ വന്ന് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒന്നിറങ്ങി വാടാ ദൈവത്തെ ഓർത്ത്. നീ അവിടെ വരെ ഒന്ന് വന്നാ പോരെ, ഒറ്റയടി. അത് കഴിച്ചാൽ വീട്ടിൽ പോക്കോളാം. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല. അതിന്റെ പ്രതിഫലം നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതങ്ങളിൽ നീ വാസമുറപ്പിച്ചു, നിനക്കൊരു തിന്മയും ഭവിക്കയില്ല. ആ ബാറ്ററി കുട്ടപ്പൻ ഇവിടെ ഉണ്ടോടാ? ഇറങ്ങി വരാൻ പറടാ. അവന്റെ വാറ്റും പോന്നണ കുറെ നാറികളുണ്ടല്ലോ ഇവിടെ. എന്ന് പറടാ മാത്തച്ഛൻ വന്നിട്ടുണ്ടെന്ന്. അവനെ ഒന്ന് ഇടിച്ച് ഞാൻ തവിട് പൊടിയാക്കും. നീ വന്നടാ, നീ അവന്റെ വാലടാ. എന്ന് പറടാ മാത്തച്ഛൻ വന്നിട്ടുണ്ടെന്ന്. അയ്യോ ആശാനേ, ഇയാളെ ഇങ്ങോട്ട് കൊടുത്തു. എടാ കഴിവണ മോനെ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പെടാലടിച്ച് വരരുതെന്ന്. മറ്റേ ജീവൻ പോയല്ലേ, എന്നാ തള്ളിക്കൊണ്ട് വന്നേ? ആശാനെ അവൻ കവല കിടന്ന് വെല്ലു വിളിക്കുന്നു. അവരോട് വെള്ളി വിളിക്കട്ടാ. ആശാനെ മാത്തച്ഛൻ ആശാനെ വെല്ലു വിളിക്കുന്നത്. ഞാനവനെ മൂപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ആശാൻ വന്നാണ് തീർത്തേ. മാറി നീ എന്റെ പുക കണ്ടേ അടങ്ങത്തുള്ളല്ലേ? എന്താ ആശാനെ? വെൽ ഡൺ മൈ ബോയ്. നീ ഒരു കാര്യം ചെയ്യ്, കവല ചെന്നപ്പോ താളെ കൂട്ട്. അതൊക്കെ പിന്നെ മാത്തച്ഛന്റെ അവസാനം കാണാം. അതൊക്കെ വരുന്നവർക്ക് ഞാൻ ആൾക്കാരെ സെറ്റാക്കിയിട്ടുണ്ട്. തൊഴിലുറപ്പുകാരോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. തൊഴിലുറപ്പ് പെണ്ണുങ്ങളുടെ ഒരു കുമ്മണ്ടാ. അതൊന്നും എനിക്കറിയത്തില്ല ആശാനെ. അത് നന്നായി, നീ നിന്നെ ഏൽപ്പിച്ച പണി വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാ വാ പോവാ ആശാനെ. നിക്കടാ. ആശാൻ വടികളെടുക്കാൻ പോണ. ഓ ഇന്ന് ചോരപ്പഴം ഒഴുകും. നീ എടുത്തോടാ. ഒരു സാധനം വെച്ചാൽ കാണത്തില്ല. നീ അതുകൂടെ എടുത്തോട്ട് പോകാനുള്ളൂ. എന്നാ മേരിട്ടാ പറ്റിയേ. ഓ ഇതെന്നാ ആശാനെ, നമ്മൾ അടി ഉണ്ടാക്കാൻ പോവല്ലേ? അടി ഉണ്ടാക്കുമ്പോ അടിയിൽ എന്തെങ്കിലും നിർബന്ധമാണ്. ഓ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അബദ്ധം പറ്റാതിരിക്കാൻ. അതേടാ, അന്നത്തെ ഒറ്റ അടിയോടുകൂടി ഞാൻ അതുവരെ ഉണ്ടാക്കിയ സകല ബിൽഡപ്പുകളും പോയി. എന്നാ വാ പോവാ. നീ ചെല്ലേ, ഞാനിത് മാറ്റി തീർത്തിട്ട് വരാം. കവലയിൽ എത്ര ആള് കാണൂടാ? ഒരു 10-20 രൂപ കാണും. പോരാ, ഒരു കല്യാണത്തിനുള്ള ആള് വേണം. ഞാൻ വരുന്നുണ്ടെന്ന് അവരോട് പറഞ്ഞേ കേട്ടോ. ഇന്ന് നീ കവല ചെന്ന് അടിക്കുള്ള അരങ്ങൊരുക്കിക്കോ. നാട്ടുകാർക്ക് ഇതൊരു പെരുന്നാളായിരിക്കും. താൻ കാത്തിരുന്നോടാ, എന്റെ ആശാപ്പ വരും. ദേ ഇയാളെന്ന് ഇടിച്ചു തൂറിക്കും എന്റെ ആശാൻ. ആശാൻ കൂടെ വരണ്ട്, വടി വാളക്കിന്റെ കയ്യില്. ഇയാളൊന്ന് പണ്ടക്കിടും, നോക്കിക്കോ. ഓടത്ത് ആശാനെ നീ എന്നെ എക്സൈസുകാർക്ക് ഒറ്റ കൊടുക്കല്ലടാ.
ഞാൻ ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കാനടാ. വിടുന്നാറ, ഞാൻ പുറത്തിറങ്ങൂടാ. അന്ന് തന്നെ പട്ടിയെ തല്ലുന്ന പോലെ നാട്ടുകാരെ മുന്നിട്ട് തല്ലും. കട്ടട പട്ടി. ഇനി പോത്താ ആശാനെ എക്സൈസുകാർക്ക് ഒറ്റ കൊടുത്തിട്ടാ ഇയാൾ ഈ ഷോ കാണിക്കണേ. ഒന്ന് പോയേടാ മാത്തച്ഛ. കുട്ടപ്പൻ എക്സൈസ് പിടിച്ചെന്നും പറഞ്ഞ നീ വലിയ ആളാവണേ. അവന്റെ 5 മിനിറ്റ് ഒന്ന് പോയേടോ. അയ്യോ, രക്ഷപ്പെടാനൊരു മാർഗമില്ലല്ലോ. അതൊക്കെ എൻ്റെ അപ്പനെ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ട്, കാണിച്ചു തരാം. ഹലോ, ഇത് എക്സൈസ് ഓഫീസല്ലേ? സാറേ, അതെ നമ്മുടെ ഇവിടെ നാട്ടിലെ മാറ്റിയാരെ മാറ്റുന്ന കുട്ടപ്പനില്ലേ, കുട്ടപ്പനും അവന്റെ കൂടെ ഉള്ള ചാർജ് എന്ന് പറഞ്ഞൊരു പരനാറിയില്ലേ, അവന്മാർ രണ്ടും കൂടെ 4 കെട്ടിനടുത്തുള്ള ഒരു കുറ്റിക്കാടല്ലേ അവന്മാർ സ്ഥിരമായിട്ട് മാറ്റുന്നേ. അവിടെ നിന്ന് ചാരാൻ പറ്റുന്നുണ്ട്. വന്നാ ഇപ്പൊ പിടിച്ചാ സാറിന് ഗുണം, എനിക്ക് ഗുണമാ. വരുമോ? എല്ലാരും വിളിച്ചു പറയും കുട്ടപ്പൻ അവിടെ നിപ്പുണ്ട്, ഇരിപ്പുണ്ട്, കിടപ്പുണ്ടെന്നൊക്കെ. നമ്മളവിടെ ഒന്ന് നോക്കുമ്പോ അങ്ങനെ ഒരാളുടെ പൊടി പോലും കാണില്ല. അല്ല സാറേ, ഇത് സത്യവാ, ഉറപ്പായിട്ട് സത്യവാ. വരുമോ? തനിക്കെന്താ ഇത്ര ഉറപ്പ്? സാറേ, ഈ ലോകത്ത് ഈ ഒരു ഉറപ്പ് പറയാൻ എനിക്കല്ലാതെ വേറെ ആർക്കും കഴിയല്ല. വരികയല്ലേ? വരാം. ലൊക്കേഷൻ പറ. ഞാനേ ലൊക്കേഷൻ കൊണ്ട് അയക്കാം കേട്ടോ. എടാ മാപ്പച്ച, നീ ഇന്ന് കവലേ വന്നു. എടാ ചാർജേ, എന്താ ആശാനെ? നിനക്കെന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലാടാ. നിനക്കെന്നോടുള്ള സ്നേഹക്കൂടുതലുണ്ടല്ലേ നീ എന്നെ ജാമ്യത്തിൽ ഇറക്കിയേ. ആശാനെ ജാമ്യത്തിലിറക്കിയത് ഞാനല്ലേ, പിന്നെ ആരാ? മാത്തച്ഛൻ. എപ്പോഴും കടം പറഞ്ഞ് ഇങ്ങനെ പോയാൽ മതി. മാതച്ചോ, കുത്തിയിട്ടില്ലെന്ന് എനിക്കും അറിയാം, കുത്തു കൊണ്ടിട്ടില്ലെന്ന് മാത്തച്ഛനും അറിയാം. പിന്നെ എവിടെ തന്നെ ചോര? ഡോക്ടറെ, എത്ര സ്റ്റിച്ചുണ്ട്? ഇതിലും നല്ലത് ഞാൻ കുത്തിയാൽ മതിയായിരുന്നു. പുല്ല് മൂഞ്ചി.